നിങ്ങൾ രണ്ട് കാര്യം എന്നോട് ചോദിച്ചിരുന്നു. ഒന്നെന്ന് പറയുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീഡിയോകളിൽ ചിലപ്പോൾ ഫിലിം സ്റ്റാർസിനെ അനുകരിക്കാറുണ്ട്. ചിലപ്പോൾ അല്ലേ, നിങ്ങൾ ചിലരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ലൈവ് ഇൻട്രാഡേ അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന ഒരു ലൈവ് ഇൻട്രാഡേ കഴിയുന്ന രീതിയിൽ ഒന്ന് റെക്കോർഡ് ചെയ്ത് അവതരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ രണ്ട് കാര്യവും ഞാനിന്ന് ചെയ്യുകയാണ്. ഈ ട്രേഡ് എന്ന് പറയുന്ന സംഭവം ഇച്ചിരി വള്ളിക്കെട്ടാണ്. അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. വളരെ വളരെ കഷ്ടപ്പെട്ടാണ് അല്ലെങ്കിൽ പഠിച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഓരോ ട്രേഡും എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ കാണിച്ച ട്രേഡും വളരെ കോഷ്യസ് ആയിട്ട് എടുത്ത ട്രേഡാണ്. നിങ്ങളും ഇത് ചെയ്യുന്നെങ്കിൽ ആദ്യം നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുമാണ് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. എന്തായാലും ഒരുപാട് പേര് എന്നാണ് പിങ് ചെയ്ത് പറഞ്ഞു, അല്ലെങ്കിൽ പല കമൻറ്റിലും കാണാറുണ്ട് മോഹൻലാലിൻ്റെ വോയിസ് എടുക്കുക അല്ലെങ്കിൽ നസീറിൻ്റെ വോയിസ് എടുക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മളിന്ന് ലോക്ക്ഡൗൺ അല്ലേ, നമ്മളിപ്പോൾ ലോക്ക്ഡൗൺ ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ വെറും വീഡിയോയിൽ ഒതുക്കുന്നില്ല. എന്തായാലും ഈ ലോക്ക്ഡൗണിൽ നമ്മളെല്ലാവരും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വീട്ടിലിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇന്ന് കുറച്ച് മിമിക്രി കൂടി ഞാൻ എൻ്റെ വീഡിയോയിൽ തിരുവിക്കയറ്റി നിങ്ങളെല്ലാം ബോറടിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പേടിക്കേണ്ട, ഇതോടെ തീർന്നു. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രേഡ് ഫോർ ലിവിങ്. ട്രേഡ് ഫോർ ലിവിങ്ങിൻ്റെ മറ്റൊരു കുഞ്ഞധ്യായത്തിലേക്ക് സ്വാഗതം. നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുഞ്ഞ് ഇൻട്രാഡേ ഞാൻ ലൈവായിട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ വീഡിയോയുടെ അവസാനം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ഉപയോഗിച്ച ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഓസം ഓസിലേറ്ററാണ്. പേര് പറയുന്നത് പോലെ വളരെ മനോഹരമായ ഒരു ഇൻഡിക്കേറ്ററാണ് നമ്മളത് സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ. അപ്പോൾ ഈ ഓസം ഓസിലേറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. എങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ വളരെ ചുരുക്കി പറയാം. ഓസം ഓസിലേറ്റർ എന്ന് പറയുന്നത് ഒരു മൊമെൻറ്റം ഇൻഡിക്കേറ്ററാണ്. പ്രത്യേകിച്ചും ഇൻട്രാഡേക്കൊക്കെ നമുക്ക് വളരെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. ഇതിൻ്റെ കറണ്ട് 5 ബാർസിൻ്റെ ആവറേജ്, അതുപോലെ തന്നെ പ്രീവിയസ് അല്ലെങ്കിൽ ഒരു വൈഡർ റേഞ്ച് ടൈം ഫ്രെയിമിലെ 34 അല്ലെങ്കിൽ 30-ലധികം ബാർസുമായിട്ടുള്ള അല്ലെങ്കിൽ ആ ബാർസിൻ്റെ ഒരു മൂവിങ് ആവറേജുമായിട്ടുള്ള കമ്പാരിസൺ വെച്ചിട്ടാണ് ഇത് ഫോം ചെയ്യുന്നത്. മീഡിയൻ ലൈൻ അല്ലെങ്കിൽ ഒരു സീറോ ലൈൻ കാണാൻ പറ്റും. അതിന് മുകളിൽ കുറച്ച് ഗ്രീൻ ബാർസ് ഉണ്ട് അല്ലെങ്കിൽ റെഡ് ബാർസ് ഉണ്ട്. അത് പിന്നെ റെഡ് ബാർസ് വന്നിട്ട് താഴെ വീണ്ടും റെഡ് ബാർസ് വരുന്നു, അല്ലെങ്കിൽ അത് എൻഡ് ചെയ്തിട്ട് വീണ്ടും ഗ്രീൻ ബാർസ് സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നെ അത് മേളിലോട്ട് സ്പ്രെഡ് ചെയ്യുന്നു. അപ്പോൾ അതാണ് ഓസം ഓസിലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇൻഡിക്കേറ്റർ വെച്ചിട്ട് നമുക്ക് എങ്ങനെ നല്ല ട്രേഡ്സ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനോടൊപ്പം ഞാൻ ഉപയോഗിച്ചിട്ടുള്ള മറ്റ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് RSI നമുക്ക് 70-30 ഉപയോഗിക്കാം, അല്ലെങ്കിൽ 60-40 ഉപയോഗിക്കാം. അതുപോലെ തന്നെ വോളിയം പ്രൊഫൈൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഓൺ ബാലൻസ് വോളിയം, ഇതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ സിമ്പിൾ മൂവിങ് ആവറേജ്, അത് 10, 20 എന്ന് വെച്ചാൽ 20, 30 എത്രയെന്ന് വെച്ചാൽ എടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 20 ഡേയ്സിൻ്റെ മൂവിങ് ആവറേജാണ്. അപ്പോൾ ഇത് ഇത്രയും ഇൻഡിക്കേറ്റേഴ്സാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ആ ട്രേഡിലോട്ട് പോയിട്ട് അത് എങ്ങനെയാണ് അത് എടുത്തത് എന്ന് നോക്കാം. അതിനു മുമ്പ് പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. നിങ്ങൾ പലരും എന്താ പറയുക, നമ്മളെടുത്ത ട്രേഡ്സ് കാണുന്നതിന് വേണ്ടി പോകും. പക്ഷേ ഇത് കാണുന്നതിന് മുമ്പ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ ഇതുകൂടി കേട്ടാൽ നിങ്ങൾക്കത് എന്താ പറയുക, കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചേക്കും. പക്ഷേ വൺ ഓഫ് ദ ബെസ്റ്റ് സ്ട്രാറ്റജീസ് ദാറ്റ് ഐ ഫോളോ ഫോർ ഇൻട്രാഡേ ട്രേഡിങ് അല്ലേ, ഞാൻ അങ്ങനെ അധികം ചെയ്യാറില്ല. അത്യാവശ്യം നല്ല സിഗ്നൽസ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക്, ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്ന സ്റ്റോക്കിലാണ്, സ്റ്റോക്കിൻ്റെ ഒരു ട്രെൻഡ് നമുക്ക് മനസ്സിലാകുമ്പോൾ അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് മനസ്സിലാകുമ്പോൾ, അപ്പോൾ മാർക്കറ്റ് ഇന്ന് പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യത്തെ ഒരു 1 hour തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അപ്പോൾ മാർക്കറ്റിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കുക, സ്റ്റോക്കിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കുക. ഇപ്പം ഞാനിന്ന് എക്സാമ്പിളായിട്ട് എടുത്തിരിക്കുന്നത് അലംബിക് ഫാർമ എന്നുള്ള ഒരു ഫാർമ സ്റ്റോക്കാണ്, APPL Ltd. ഓക്കെ, അപ്പോൾ അതിന് അത്യാവശ്യം നല്ല ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. റിസൾട്ട് ഉണ്ടായിരുന്നു, ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മൊമെൻറ്റം പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയത് മാർക്കറ്റിൻ്റെ ട്രെൻഡ്, സ്റ്റോക്കിൻ്റെ ട്രെൻഡ്, പിന്നെ അതിൻ്റെ ഒരു പ്രൈസ് ആക്ഷൻ നമുക്ക് അറിയാമായിരിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ ഇൻട്രാഡേ ചെയ്യുന്നെങ്കിൽ നമുക്ക് അറിയാവുന്നുള്ള അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്റ്റോക്സ് നോക്കുക. ഫോർ എക്സാമ്പിൾ, ഞാൻ പല വീഡിയോയിലും പറയാറുണ്ട് SBI എൻ്റെ ഫേവറേറ്റാണ്. ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് 179 to 195 ആണ്. അപ്പോൾ ഇത് നമുക്ക് അതിൻ്റെ ട്രെൻഡ് അറിയാം, ദിവസം എങ്ങനെ മൂവ് ചെയ്യും, അല്ലെങ്കിൽ LT എങ്ങനെയാണ് പോകുന്നത്, 800, 830 അല്ലെങ്കിൽ 840 to 860 ആ ഒരു റേഞ്ചാണ്. അപ്പോൾ ഈ റേഞ്ച് നമ്മുടെ മനസ്സിലുണ്ടാവുക. അതിനുശേഷം മാത്രം നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ട് നമ്മൾ ട്രേഡ് എടുക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു 90% അല്ലെങ്കിൽ ഒരു 80% എങ്കിലും സക്സസ് റേറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്.
അപ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ട്രേഡിലും, അതായത് ഈ വീഡിയോയ്ക്ക് ശേഷം ഈ സെക്ഷന് ശേഷം ട്രേഡാണ് കാണിക്കുന്നത്. അതിൽ ഞാൻ എടുത്തിരിക്കുന്ന സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 1% സ്റ്റോപ്പ് ലോസ് ആണ്. ഒരു പക്ഷേ പല വീഡിയോകളിലും ഞാൻ പറയാറുണ്ട്, നമ്മൾ മിനിമം എടുത്തിരിക്കേണ്ട സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 1%. ഞാൻ 1:1 അല്ലെങ്കിൽ 1:1.5 സംതിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, ബാക്കി കാര്യങ്ങൾ നമ്മൾ ട്രേഡിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഈ ട്രേഡ് കണ്ടിട്ട് നാളെ കയറി എടുക്കരുത്. നിങ്ങൾ അത് ഫെയിലാവും. നിങ്ങൾ ഒരുപാട് ദിവസം ഒരു 7-8 ട്രേഡ് അല്ലെങ്കിൽ ഒരു 10 ട്രേഡെങ്കിലും എടുത്തു നോക്കുക. നിങ്ങൾ പേപ്പർ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ചെയ്തോളൂ. ഇനി പേപ്പർ ട്രേഡ് എഫക്റ്റീവ് അല്ല എന്ന് പറയുന്നവർ അല്ലെങ്കിൽ ചിന്തിക്കുന്നവർ, നിങ്ങൾക്ക് എന്താ പറയുക, 5-10 സ്റ്റോക്ക് വെച്ച് ചെയ്യാം. അത് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള സ്റ്റോക്ക് വെച്ചിട്ടായിരിക്കണം ചെയ്യുന്നത്. കാരണം ട്രേഡിങ്ങിൽ ഒരു സ്റ്റെബിലിറ്റി ഉള്ളവർ ഒരുപാട് കാലം കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ട്രേഡ് സക്സസ് ആക്കി എടുക്കുന്നത്, അല്ലെങ്കിൽ ഒരുപാട് ട്രേഡ്സുകൾ അല്ലെങ്കിൽ ട്രേഡ്സിൻ്റെ സക്സസ് റേഷ്യോ കൂട്ടി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ 3-4 ട്രേഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ 2 ട്രേഡ് മാത്രമേ സക്സസ് ആയിരിക്കുകയുള്ളൂ, അല്ലേ? പക്ഷേ നമ്മൾ ആ 3 ട്രേഡ് സെലക്ട് ചെയ്യുന്നത് ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്തിട്ടാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രം നമുക്ക് സക്സസ് ആയിട്ട് തീർച്ചയായിട്ടും എടുക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തൊക്കെയാണ് ഫോളോ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ ഓരോ സെക്ഷനിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് അലംബിക് ഫാർമയാണ്, APLLTD. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ ഓസം ഓസിലേറ്റർ, പിന്നെ വോളിയം, അതുപോലെ RSI. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടേതായ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് കൂടെ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇപ്പോൾ നിൽക്കുന്നൊരു 650 റേഞ്ചാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് 650ൽ സെലക്ട് ചെയ്തെന്ന് ചോദിച്ചാൽ, കാരണം എനിക്കിവിടെ ഒരു കണ്ടോ അപ് ട്രെൻഡ് വരുന്നത് കണ്ടോ, അതായത് 0 ലൈനിൽ, അതായത് ഓസം ഓസിലേറ്ററിൻ്റെ മീഡിയനിൽ നിന്നും മേളിലോട്ട് ഗ്രീൻ ബാർസ് വന്നു തുടങ്ങി. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താ പറയുക, വൈഡർ ഫ്രെയിമിൽ 34 ബാർ മൂവിങ് ആവറേജ്, അതുപോലെ തന്നെ ഇപ്പോൾ കറണ്ട് ഫ്രെയിമിലെ 5 ബാർ മൂവിങ് ആവറേജ്, അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ ഒന്നും പോകേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സിൽ പോയിട്ട് ഓസം ഓസിലേറ്റർ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അത്യാവശ്യം വോളിയം നോക്കുക. വോളിയം എങ്ങനെയാണെന്ന് നോക്കുക. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അത്യാവശ്യം താഴെ ഒരു ഗ്രീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാനൊരു ഏകദേശം ഈ ടൈം ഞാൻ കുറിക്കുകയാണ്. 12.5939 ഞാൻ എൻട്രി എടുത്തത്. ഇപ്പോൾ എന്ന് പറയുന്നത് 652 ആണ്, അല്ലെങ്കിൽ 650 ആ റേഞ്ചിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. 1% ആണ് തുടക്കക്കാരെന്ന രീതിയിൽ നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു 1% എന്ന് പറയുമ്പോൾ ആൾമോസ്റ്റ് 7 രൂപ വരും. ഞാൻ റൗണ്ട് ചെയ്ത് 7 രൂപ, അതായത് 652. അപ്പോൾ ഒരു 7×5=12, ഏകദേശം 645 സ്റ്റോപ്പ് ലോസും. ടാർഗറ്റ് എന്ന് പറയുന്നത് 652 + 7 659 അല്ലെങ്കിൽ 660. അപ്പോൾ 660 രൂപ. ഇപ്പോൾ 650 ആണ്. 660 ഞാനിവിടെ കാണുന്ന ടാർഗറ്റ്. ഇത് നിങ്ങൾ പേപ്പർ ട്രേഡിൽ മാത്രം ചെയ്യുക, ഒരിക്കലും ലൈവ് ട്രേഡ് ഒന്നും എടുക്കരുത്. ഓക്കെ, അപ്പം നമ്മൾ നമ്മുടെ ഇൻഡിക്കേറ്റർ പോസിറ്റീവായി, അല്ലെങ്കിൽ നമ്മൾ കണ്ടു ബാറിന് മേളിൽ ഗ്രീൻ സിഗ്നൽ വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ കറണ്ട് പ്രൈസ് 652 ആണ്. ടൈമിംഗ് എന്ന് പറയുന്നത് 12:39 ആണ്. അതുപോലെ തന്നെ നമ്മൾ RSI ഇവിടെ കൊടുത്തിരിക്കുന്നത് 60-40 ആണ്. 60-40 ആണ് RSI ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ ആൾറെഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ നോക്കിക്കോളൂ. ഇവിടെ വന്നിട്ട് ഞാൻ ജസ്റ്റ് അത് കാണിക്കുകയാണ്. കണ്ടോ, ഈ ഒരു ഏരിയ, അതായത് താഴെ നിന്ന് മീഡിയൻ്റെ താഴെ നിന്ന് മേളിലോട്ട് വരുന്ന ഒരു ഡയഗണൽ ഫേസ്, അവിടെ താഴെ എനിക്ക് വോളിയവും കിട്ടിയിട്ടുണ്ട്. RSIയും അത്യാവശ്യം 50 എബോവ് 50 അല്ലെങ്കിൽ 60 ആ റേഞ്ച് കിട്ടിയിട്ടുണ്ട്. സോ ഹോപ്പ്ഫുള്ളാണ് അത്യാവശ്യം. പിന്നെ അറ്റ്ലീസ്റ്റ് ഈ ഫാർമ സെക്ടർ പോസിറ്റീവാണ്. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും, സോ എന്താ പറയുക, ഓസിലേറ്റർ എനിക്കൊരു എൻട്രി തന്നു, അല്ലെങ്കിൽ വോളിയം ഒരു സിഗ്നൽ തന്നു, അതുപോലെ RSI ഓക്കെയാണ്, ഫാർമ സെക്ടറും പോസിറ്റീവാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ എൻട്രി എടുത്തത് 652. അപ്പോൾ ഇത് ലൈവ് ചാർട്ടാണ്. ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 23rd ഏപ്രിൽ. അതെ, അപ്പോൾ ഇതിൽ നോക്കാം. നമുക്കിനി എങ്ങടാ പോകുമെന്ന് നോക്കാം. ഞാൻ ആൾറെഡി സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കലും പറയില്ല ഇത് സക്സസ്ഫുൾ ട്രേഡ് ആകുമെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. പക്ഷേ പോസിബിലിറ്റി എന്ന് പറയുന്നത് 60-40 അല്ലെങ്കിൽ 70-30 ആണ്. നമുക്ക് 60-40 തന്നെ പ്രതീക്ഷിച്ച് മുന്നേറാം. അപ്പോൾ തീർച്ചയായിട്ടും ഇടി വരുന്നുണ്ട്. ഒരുപക്ഷേ 645 വല്ലതും വന്നാൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് അടിച്ച് പോകും എന്ന്. ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളൂ.
എന്തായാലും എൻ്റെ പേഴ്സണൽ ട്രേഡ്സ് കാണിക്കുന്നില്ല. യു ക്യാൻ കൺസിഡർ ദിസ് ആസ് എ പേപ്പർ ട്രേഡിംഗ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ 652 ആണ്. ഇത്രയും ഇൻഡിക്കേറ്റേഴ്സാണ് അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൺസിഡർ ചെയ്ത് ഇത് ലൈവ് പോവുകയാണ്. അതിൻ്റെ ഓരോ ചാർട്ടും അല്ലെങ്കിൽ ഓരോ ഇൻഡിക്കേഷനും കാണിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ജസ്റ്റ് ഇത് ലൈവായിട്ട് ക്യാച്ച് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് അടുത്ത കുറച്ച് നിമിഷങ്ങൾക്ക് ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റ് കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ഒരുപക്ഷെ പെട്ടെന്ന് കിട്ടണമെന്നില്ല. നിങ്ങൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ ടാർഗറ്റ് സെറ്റ് ചെയ്യുക, എന്നിട്ട് എന്താ പറയുക, കഴിയുമെങ്കിൽ വാച്ച് ചെയ്യുക, അല്ലെങ്കിൽ ലെറ്റ് ഇറ്റ് ബി, ഗിവ് ഇറ്റ് സം ടൈം. അപ്പോൾ ഇതെങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് അത്രയും നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇടയ്ക്കുള്ള ലാഗിങ് ആയിട്ടുള്ള പോർഷൻ കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഞാൻ ഓരോ മിനിറ്റായിട്ടെടുത്ത് കാണിച്ചു തരാം. നമ്മളെടുത്തത് നിങ്ങൾക്ക് ഇവിടെ ടൈം കാണാൻ പറ്റുമല്ലോ. നമ്മൾ ഓക്കെ, ഇപ്പോൾ നോക്കൂ, ഏകദേശം വിത്തിൻ 1 hour ഇറ്റ് മൂവ് ടു, നോക്കൂ ഇപ്പോൾ വന്നിട്ടുള്ളത് ഓക്കെ ആൾമോസ്റ്റ് 659. ജസ്റ്റ് നോക്കുക, 659, 658. ഞാൻ പ്രൈസ് കറക്റ്റായിട്ട് പറഞ്ഞു തരാം. 6 അപ്പോൾ ആ ഒരു ഇൻഡിക്കേഷൻ കിട്ടിയപ്പോൾ തന്നെ നമ്മൾ എൻട്രി എടുത്തു. അതിനുശേഷം നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് വാച്ച് ചെയ്യായിരുന്നു. ഇപ്പോൾ 657 ആയി. നമ്മുടെ എൻട്രി എന്ന് പറയുന്നത് 652 ആണ്, റിമെമ്പർ ചെയ്യുക. അപ്പോൾ അതിനുശേഷം 657 ആയി. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ മാനുവലി സ്റ്റോപ്പ് ലോസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ട്രailing സ്റ്റോപ്പ് ലോസ് നിങ്ങൾ എനേബിൾ ചെയ്തിട്ടില്ല എങ്കിൽ മാനുവലി ഞാനിപ്പോൾ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ ഞാനിത് എടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് 652 നിന്ന് 655 എത്തി, അല്ലെങ്കിൽ 65 എനിക്ക് വയ്ക്കാം. അല്ല അപ്പം റിസ്ക് എനിക്കിപ്പോൾ ഞാനിവിടെ ചേഞ്ചിങ് മൈ സ്റ്റോപ്പ് ലോസ് ടു 655. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടി പോവുകയാണെങ്കിൽ എനിക്ക് ഓക്കെ ഞാനിപ്പോൾ 650 ആക്കി, 645 ടു 650 ആക്കി. അപ്പോൾ കുറച്ചുകൂടി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ 657 ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നത് ഷെർഖാനിലാണ്. അപ്പോൾ ഞാനിവിടെ എൻ്റെ സ്റ്റോപ്പ് ലോസ് 640 ആയിരുന്നു കൊടുത്തിരുന്നത്, അല്ലെങ്കിൽ 645 ആയിരുന്നു കൊടുത്തിരുന്നത്. അപ്പോൾ അതിനെ ഞാൻ മാറ്റിയിട്ട് ഇപ്പോൾ 655 കൊണ്ടുവരികയാണ്. എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇവിടെ 655 കൊണ്ടുവരികയാണ്. ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് ഓരോരുത്തർക്കും ഓരോ സ്റ്റോപ്പ് ലോസാണ്. സാധാരണ ഞാൻ ഇച്ചിരി സ്റ്റോപ്പ് ലോസ് 1.5 ഒക്കെ വയ്ക്കാറുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ 660 ആയി. നമ്മൾ നേരത്തെ എൻട്രി എടുത്ത് 652 ആണ്, ഇപ്പോൾ 660 ആയി. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 655 അല്ലെങ്കിൽ 658 വേണമെങ്കിലും സെറ്റ് ചെയ്യാം. എന്തായാലും നമ്മൾ പ്രോഫിറ്റ് ആയി കഴിഞ്ഞു. അപ്പം റിസ്ക് എടുക്കേണ്ട എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും ബുക്ക് ചെയ്തിറങ്ങാം. ഇപ്പം ഞാനിവിടെ ചേഞ്ചിങ് മൈ സ്റ്റോപ്പ് ലോസ് ടു 660 അല്ലെങ്കിൽ 655 മാറ്റുകയാണ്. ഇപ്പോൾ 655 ആക്കി. അടുത്ത തീർച്ചയായിട്ടും 665. അപ്പോൾ നമ്മുടെ 652 ആയിരുന്നു, 62, ഇപ്പോൾ 665 ആക്കി. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഈ സമയം ചെയ്യേണ്ടത് 660 മാറ്റുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ 60 നമുക്ക് അതിൽ ലോസ് വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് എൻട്രി എടുത്തു തുടങ്ങിയോട് നോക്കാം. 670. അപ്പോൾ നമ്മൾ 662 എൻ്റെ സ്റ്റോപ്പ് ലോസിനെ ഞാനിപ്പോൾ മാറ്റേണ്ടത് 665 അല്ലെങ്കിൽ 666 ആക്കുക. എന്തായാലും നമ്മൾ പ്രോഫിറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്ത് മേളിലോട്ട് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു ഡിസിപ്ലിനായിട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി വെൽ പ്ലാൻഡ് ആയിട്ട് ഇപ്പോൾ നമ്മുടെ ഉള്ള ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കൂടെ തന്നെ ഇത് ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആദ്യം ഇത് ചെയ്താൽ പ്രോഫിറ്റ് കിട്ടണം. പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ ഡിസിപ്ലിനായിട്ട് ട്രailing സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടും അതുപോലെ മറ്റ് ഇൻഡിക്കേറ്റേഴ്സും കൂടെയൊക്കെ കൺസിഡർ ചെയ്തിട്ട് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ ആദ്യം നമ്മൾ പേപ്പറിൽ ട്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ ട്രേഡ് ചെയ്യുക.